നമസ്കാരം. ഭാസ്കരകാരണവരുടെ വധത്തിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിൻ എന്ന കൊലപാതകിക്ക് ജീവപര്യന്തം ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ജയിൽ മോചിതയാക്കുവാൻ വേണ്ടി കേരള സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. സംസ്ഥാന സർക്കാരിലെ ഒരു ഘടകകക്ഷിയുടെ സമ്മർദ്ദം മൂലം അവരുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം തന്നെയാണ് ഷെറിന് ജീവപര്യന്തം ശിക്ഷ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ജയിൽ മോചിതയാക്കുവാൻ വേണ്ടി സർക്കാർ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം സർക്കാരിന് ലഭിക്കുകയും ജയിൽ DGPയുടെ റിപ്പോർട്ട് കിട്ടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. സാധാരണയായി ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടവർ ജയിലിൽ 10 വർഷത്തിലധികം ശിക്ഷ അനുഭവിക്കുകയും നല്ല നടപ്പിൻ്റെ ആനുകൂല്യം അവർക്ക് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ സർക്കാരിനും അതുപോലെ ജയിൽ അധികൃതർക്കും ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ജയിലിൽ നല്ല നടപ്പിൻ്റെ ആനുകൂല്യം കിട്ടുന്ന ഇത്തരം പ്രതികൾക്കാണ് സർക്കാർ ജീവപര്യന്തം ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇത് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ മത പുരോഹിതന്മാർക്കോ മത പ്രവർത്തകർക്കോ ഒക്കെ വേണ്ടിയാണ് ഇത്തരം നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ജയിലിൽ നല്ല നടപ്പ് ആനുകൂല്യം കിട്ടുന്നവർക്ക് അവരുടെ പേര് തിരഞ്ഞെടുത്ത് ജയിൽ ഉപദേശക സമിതി സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാർ അതിൽ ഒരു തീരുമാനമെടുക്കുകയും ആണ് ചെയ്യാറുള്ളത്. ഇവിടെ ഷെറിൻ കേരളത്തിലെ എല്ലാ ജയിലുകളിലും മിക്കവാറും മാറി മാറി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രതി തന്നെയാണ്. ആദ്യം തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു അവർ. പിന്നീട് അവരെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കും അവിടെ നിന്ന് കണ്ണൂർ ജയിലിലേക്കും മാറ്റേണ്ടതായി വന്നു. ജയിലിൽ സഹതടവുകാരുമായി ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെ തുടർന്ന് തന്നെയാണ് അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ തുടർന്ന് തന്നെയാണ് ഷെറിനെ സഹതടവുകാരുടെ പരാതി പ്രകാരം മറ്റു ജയിലുകളിലേക്ക് മാറ്റിയത്. എന്നാൽ കണ്ണൂരിലെത്തിയ ഷെറിൻ തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തി എന്നുള്ളതാണ് പറയുന്നത്. അട്ടക്കുളങ്ങര ജയിലിലേക്ക് തന്നെ എത്താൻ സാധിച്ചു. ഇതിനെല്ലാം പുറകിൽ സർക്കാരിലെ ഒരു ഘടകകക്ഷി മന്ത്രിയുടെ സമ്മർദ്ദം തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സംസ്ഥാനത്ത് ജയിലുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വനിതാ തടവുകാരിൽ ഏറ്റവും മുൻപന്തിയിൽ ശിക്ഷ ഇളവിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്, അതായത് 1-ാം നമ്പറുകാരിയായി ഷെറിൻ്റെ പേര് തന്നെയാണ് ഉള്ളത്. രോഗികളായവരും വൃദ്ധരായവരും ഇതുപോലെ വനിതകളിൽപ്പെട്ട ആളുകൾ തന്നെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഷെറിനെ വിട്ടയക്കുകയാണെങ്കിൽ അവരെ കൂടി വിട്ടയക്കണം എന്നുള്ള ഒരു മുറവിളിയാണ് ഇപ്പോൾ ജയിലിന് പുറത്ത് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ഉയരുന്ന കാഴ്ചകൾ. എന്നാൽ ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനപ്രകാരം സർക്കാർ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയതുകൊണ്ട് മാത്രം ഷെറിൻ്റെ ജയിൽ മോചനം സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിൻ്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ച് ആ ശുപാർശയിന്മേൽ ഇവർക്ക് ഇളവ് കൊടുക്കാവുന്നതാണ് എന്ന് ഗവർണർ സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ടാൽ മാത്രമേ സർക്കാർ നിർദ്ദേശിക്കുന്ന ഈ ശിക്ഷാ ഇളവ് ചെയ്ത് പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്ന പ്രതിക്ക് പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ, ജയിൽ മോചനം സാധ്യമാവുകയുള്ളൂ. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒരു കാരണവശാലും പിണറായി വിജയന്റെ ഇത്തരം ശുപാർശകൾ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കാരണം ഷെറിൻ എന്ന ഈ തടവുകാരിയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ രാജ്ഭവൻ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും അവരുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുമെല്ലാം ഗവർണർ ആർലേക്കർ വിശദമായ ഒരു ഉപദേശം തന്നെ തേടിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പിണറായി വിജയൻ ഷെറിൻ എന്ന ഈ കൊലപാതകിയെ ശിക്ഷാ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടുക എന്നുള്ള ഒരു തീരുമാനത്തിന് പുറകിൽ എടുത്തിരിക്കുന്നത് TP ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ കൂടി ഇതുപോലെ ശിക്ഷാ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടേണ്ടതുണ്ട്. അതിനാദ്യമേ തന്നെ ഇത്തരം ശിക്ഷാ ഇളവ് ചെയ്തുള്ള പേരുകൾ, അതായത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പേരുകൾ ഗവർണർക്ക് അയക്കുകയാണെങ്കിൽ ഗവർണർ ഏത് തരത്തിലുള്ള തീരുമാനം അക്കാര്യത്തിൽ എടുക്കും എന്നുള്ളത് പിണറായി വിജയൻ അറിയില്ല. അതുകൊണ്ട് ആദ്യം ഇത്തരത്തിൽ ഒരു ശിക്ഷാ ഇളവിന് വേണ്ടി ഷെറിൻ്റെ പേര് തന്നെ ഘടകകക്ഷി മന്ത്രിയുടെ സമ്മർദ്ദം മൂലം അയക്കുകയാണ് പിണറായി വിജയൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ നടപടിക്രമം. ഈ വിഷയത്തിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കുന്നു, അതായത് ഷെറിൻ്റെ ഫയലിൽ ഗവർണർ അനുഭാവപൂർവ്വം ഒപ്പിടുകയാണെങ്കിൽ രണ്ടാമതായി TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിസഭാ യോഗം അംഗീകാരമെടുക്കുകയും ഈ അംഗീകരിക്കുന്ന ഫയൽ ഗവർണർക്ക് അയക്കുവാനാണ് പിണറായി വിജയന്റെയും കേരളത്തിലെ CPM മന്ത്രിസഭയുടെയും തീരുമാനം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPMന്റെ തന്നെ പിന്നാമ്പുറങ്ങളിൽ ഉയരുന്ന വർത്തമാനം.
ഗവർണറും ഇത്തരം കാര്യങ്ങൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാജ്ഭവനെ ഉദ്ധരിച്ചുകൊണ്ട് പലരും പറയുന്നത്. അതെന്ത് തന്നെയായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ശിക്ഷാ ഇളവ് കിട്ടുന്നതിനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളതെല്ലാം നിയമവൃത്തങ്ങളിൽ നിന്നും ഉപദേശം തേടുകയാണ് ഇപ്പോൾ ഗവർണർ ചെയ്യുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ നീക്കങ്ങളെ, അല്ലെങ്കിൽ ഇപ്പോൾ ഷെറിൻ്റെ ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടുവാൻ വേണ്ടി ഗവർണർക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്ന ഫയലിൻ്റെ പിറകിലുള്ള യഥാർത്ഥ ഉദ്ദേശം ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി പുറത്തു അയക്കുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. ഇത് കൃത്യമായി തന്നെ ഗവർണർ ആർലേക്കർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, രാജ്ഭവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ രീതിയിൽ നിയമോപദേശം ആർലേക്കർ തേടിയിരിക്കുന്നു. ഫലത്തിൽ പിണറായി വിജയന്റെ കടക്കിൽ കത്തിവെക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിജയന് വീണ്ടും തിരിച്ചടിയാകുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഗവർണർ എടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഗവർണർ ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റതിന്റെ പിറ്റേ ദിവസം തന്നെ ADGP മനോജ് കുമാറിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെയാണ് ഗവർണറുടെ സുരക്ഷാ ചുമതലയിലുള്ള സെക്യൂരിറ്റി ഓഫീസർമാരെ സർക്കാരിന്റെ പ്രത്യേക താല്പര്യപ്രകാരം മാറ്റി വിന്യസിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ആർലേക്കർ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും തൽസ്ഥിതിയിൽ, അതായത് പൂർവ്വസ്ഥിതിയിൽ വീണ്ടും നിയമിക്കണം എന്ന് തന്നെയുള്ള നിർദ്ദേശമാണ് കൃത്യമായി അന്ന് ഗവർണർ ADGPക്ക് കൊടുത്തത്. കൃത്യമായ നിർദ്ദേശം തന്നെയാണ് ഇതിലൂടെ പിണറായി വിജയനും കൊടുത്തത്. അതായത് ഗവർണർ ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റതിന്റെ പിറ്റേ ദിവസം തന്നെ പിണറായി വിജയന്റെ കരണമടിച്ച് പുകയ്ക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി തന്നെയാണ് സ്ഥാനമേറ്റ് ഗവർണർ രാജ്ഭവനിൽ കസേരയിൽ ഇരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പിണറായി വിജയൻ എടുക്കുന്ന വഴിവിട്ട തീരുമാനങ്ങൾക്കൊന്നും തന്നെ ഗവർണർ വഴിപ്പെടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് വിധത്തിലാണോ പിണറായി വിജയൻ്റെ അടുത്ത് പെരുമാറിയിരുന്നത്, അഥവാ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മൂർഖനായിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഗവർണർ ആർലേക്കർ രാജവെമ്പാലയാണ് എന്നുള്ള സന്ദേശം തന്നെയാണ് ഗവർണർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഷെറിൻ്റെ ജീവപര്യന്തം ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടുവാനുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ തീരുമാനത്തെ ഗവർണർ അംഗീകരിക്കാൻ സാധ്യതയില്ല. അത്തരം ഒരു തീരുമാനം ഗവർണർ അംഗീകരിക്കുകയാണെങ്കിൽ വീണ്ടും ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന, ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് ശിക്ഷാ ഇളവ് നൽകുവാനുള്ള സർക്കാരിൻ്റെ ശുപാർശ കൂടി ഗവർണർ ഒപ്പിടേണ്ടതായി വരും എന്നുള്ള സൂചന ഗവർണർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഗവർണർ ഒരു പടി മുന്നേ എറിഞ്ഞിരിക്കുന്നു, നിയമോപദേശം തേടിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ സർക്കാരും രാജ്ഭവനും തമ്മിൽ സംഘടനാത്മകമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.